ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാനൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. തിരുമലയുള്ള രാമചന്ദ്രനിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ടീഷർട്സിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഡ്രസ്സിന് ക്വാളിറ്റി ഉണ്ടോ എന്ന്. ഇവർ തിരുമല സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ കയറി തുടങ്ങിയത്. ബിക്കോസ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇന്ന് പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല എനിക്ക്, എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കും കേട്ടോ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് വാങ്ങിച്ച സാരിയുടെ സെയിം കളർ ചേഞ്ച് ആണ്. അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞായിരുന്നു എനിക്ക് ആ സാരി നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. ഇത് വിചിത്ര സിൽക്കിൻ്റെ സാരിയാണ്. ഒരു 500 റേഞ്ചിലൊക്കെ വരുന്ന സാരിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണ്. ഇതിൽ ബ്ലൂ സാരി ഞാൻ വാങ്ങിച്ചു. ഈ ലാവൻഡർ സാരി അടിപൊളിയായിരുന്നു കേട്ടോ. ഐ തിങ്ക് 800 റുപ്പീസ് ആയിരുന്നു. എന്തായാലും ബിലോ 1000 റേഞ്ചിലുള്ള സാരീസ് ആണിത്. സ്റ്റേഷനറി ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ഫുൾ നോട്ട്ബുക്സ് ആണ് കേട്ടോ ഇവിടെ. ചേട്ടൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് കളേഴ്സ് വാങ്ങിക്കണമായിരുന്നു. രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ പെൻസിലോ പെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കളേഴ്സ് കിട്ടി, പക്ഷെ പെൻസിലും പെന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ. സാരി ഓൾറെഡി ഞാൻ വാങ്ങിച്ചു. ഇനി ബില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാവേ. വെറുതെ വന്നതാണെങ്കിൽ അത്യാവശ്യം ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് പോകണം. എനിക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇനി പപ്സും കൂടെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. പിന്നെ ഗ്രീൻ ലീസ്, അതെൻ്റെ ഫേവറേറ്റ് ആണ്. വീട്ടിലെത്തിയപ്പോൾ ഇറുക്കി പിണങ്ങി കിടക്കുവാണ്. കാരണം അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയാണ്. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ പിന്നെ ആൾ ഭയങ്കര പിണക്കമാണ്. അവനും പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത് പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതേ ആളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ട്. വിഷമം അഭിനയിച്ച് വീട്ടിനകത്ത് കയറാനുള്ള അടവാണ് ഇറുക്കിക്ക്. ഫുഡ് കഴിച്ചിട്ട് വേണം ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം. കുട്ടികൾക്ക് കളർ കൊടുക്കണം. പിന്നെ ഒരു മൂവിയും കാണണം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഇത് ഒരാൾ പെട്ടെന്ന് വിളിക്കുവാണ്. ഇവരുടെ കൂടെ ഇരുന്നാണ് കേട്ടോ ഞാൻ മൂവീസൊക്കെ കാണുന്നത്. അപ്പോൾ ഏത് മൂവി ഇടണം എന്നുള്ള ഡിസ്കഷനാണ് ഞങ്ങൾ. ഇവരുടെ കൂടെയാണ് ഞാൻ എമ്പുരാൻ കാണാൻ പോയത്. അന്ന് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.